ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 5ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയുടെയും ബോർഡിംഗ് മദ്രസയുടെയും കീഴിലുള്ള മദ്രസകളിലെ ഉലൂമുദ്ദീനിൻ്റെ ഹാഫ് ഇയർലി എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എത്ര പാഠങ്ങൾ ഉൾപ്പെട്ടതാണെന്ന് നമുക്ക് വീഡിയോ നോക്കി മനസ്സിലാക്കാം. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ അടയാളപ്പെടുത്താനാണ്. ഹുദൈബിയയിൽ ഖുറൈശികളുടെ ദൂതൻ. ഹുദൈബിയയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും തടഞ്ഞ് ഖുറൈശികളിൽ നിന്ന് സന്ധി സംഭാഷണത്തിന് ഒരു ദൂതനെ പറഞ്ഞയച്ചു. ആരായിരുന്നു? ഉർവത്ത് ബിനു മസ്ഊദ് സഖഫിയെയാണ്. അപ്പം നമുക്ക് ഉർവത്ത് എന്നത് ടിക്ക് ചെയ്യാം. അടുത്തത്, ബദറിൽ എത്ര പേർ ഷഹീദായി? ബദറിൽ ഷഹീദായവർ 14 പേരാണ്. ബദറിൽ ഷഹീദായവർ 14 പേരാണ്. ഇനി ദിക്റിൽ മുഴുകിയപ്പോൾ കാൽ മുറിച്ച് ആരുടെ കാലായിരുന്നു ദിക്റിൽ മുഴുകിയപ്പോൾ മുറിച്ചത്? താബിയുകളിൽ പ്രമുഖനായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാണ്. ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലാണ് ദിക്റിൽ മുഴുകിയപ്പോൾ കാൽ മുറിച്ചു എന്ന് പറഞ്ഞത്. അപ്പോൾ അതന്നെ താബികളിൽ പ്രമുഖനാര്? ഞാൻ ദിക്റ് ചൊല്ലാം, നിങ്ങൾ കാല് മുറിച്ചോളൂ എന്ന് പറഞ്ഞതാര് എന്നൊക്കെ വരാം. ഉർവത്ത് ബിനു സുബൈർ റളിയല്ലാഹു അൻഹുവിൻ്റെതാണ്. അടുത്തത്, ഖബറിൽ ചോദ്യമുണ്ടാവില്ല ആർക്കാണ് ഖബറിൽ ചോദ്യമില്ലാത്തത്? കുട്ടികൾക്കാണ്. കുട്ടികൾക്കും ശുഹദാക്കൾക്കും. അപ്പോൾ നമ്മൾ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടല്ലേ ശുഹദാക്കൾ. അപ്പോൾ അതുപോലെ മനസ്സിലാക്കാം. ഇനി അർഷിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗം. അർഷിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗം 7 വിഭാഗമാണ്. അപ്പോൾ അതിൽ ഒരാളെ പറയുന്നുണ്ട്. ആരാണ്? നീതിയോടെ ഭരിക്കുന്നവർ, കൂടുതൽ നിസ്കരിച്ചവർ, പാവങ്ങളെ സഹായിച്ചവർ. അതാരാണ്? നീതിമാനായ ഭരണാധികാരിയാണ് അർഷിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗത്തിൽ ഒരാൾ. അടുത്തത് എന്താണ്? ഹുദൈബിയ വ്യവസ്ഥകൾ പാലിച്ചില്ല. ആരാണ് ഹുദൈബിയ വ്യവസ്ഥ പാലിക്കാതിരുന്നത്? ഖുറൈശികൾ. അവർ ഹുദൈബിയ വ്യവസ്ഥകൾ പാലിച്ചില്ല. ഇനി ചേരുമ്പടി ചേർക്കാനാണ്, നമുക്ക് നോക്കാം. അസ്വത്തുൽ ബദർ. അപ്പോൾ ഇവിടെ അസ്വത്തുൽ ബദർ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധം. അസ്വകൾ എന്ന് പറഞ്ഞാൽ യുദ്ധം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത യുദ്ധത്തിനാണ്. അപ്പോൾ അവിടെ അസ്വത്തുൽ ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷമാണ്. അപ്പോൾ അതിൻ്റെ സി എഴുതാം, സി. പിന്നെ ഫതഹ് മക്ക നടന്നത് ഹിജ്റ 8-ാം വർഷം. ഹിജ്റ 8-ലാണ് ഫതഹ് മക്ക. അപ്പോൾ അതിൻ്റെ എഴുതി കൊടുക്കാം. ഇനി ഹുദൈബിയ സന്ധി അത് ഹിജ്റ 6-ാം വർഷമാണ്. ഹിജ്റ 6-ാം വർഷമായിരുന്നു. അപ്പോൾ നമുക്കതിൻ്റെ ഡി എഴുതാം. അടുത്തത് ഉംറത്തുൽ ഖളാ അതായത് ഹുദൈബിയ 6-ാം വർഷം. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും മക്കയിൽ പ്രവേശിക്കാൻ അനുവദിക്കാതെ തടഞ്ഞ് അവിടെയാണ് ഹുദൈബിയ സന്ധി ഉണ്ടായത്. അടുത്ത വർഷം അവർ സന്ധി പ്രകാരം ഉംറത്തുൽ ഖളാ നിർവഹിച്ചു നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അവർ 2000-ഓളം സഹാബികളുണ്ടായിരുന്നു. ഹുദൈബിയ സന്ധിൻ്റെ ആ സമയത്ത് 1500-ഓളം പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് എണ്ണങ്ങളൊക്കെ മനസ്സിലാക്കട്ടെ, എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഉംറത്തുൽ ഖളാ ഹിജ്റ 7-ാം വർഷമാണ്. അപ്പോൾ അതിൻ്റെ ഈ എഴുതാം. ഇനി ഹജ്ജത്തുൽ വദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാ വിടവാങ്ങൽ പ്രസംഗം ഹിജ്റ 10-ാം വർഷം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഹജ്ജത്തുൽ വദായിലാണ്. അപ്പോൾ അതിൻ്റെ ബി എഴുതാം. അപ്പോൾ അത് നമ്മൾ പാഠഭാഗത്ത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഇനി പൂരിപ്പിക്കാനാണ്. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ മുസ്ലിങ്ങൾക്ക് തുണയായി. ബദറിലെ അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവുമാണ് മുസ്ലിങ്ങൾക്ക് തുണയായത്. അവർ വൻ വിജയം നേടി. അപ്പോൾ ഇവിടെ അല്ലാഹു തആലയുടെ സഹായവും. മയ്യിത്ത് മറമാടിയ ശേഷം ജനങ്ങൾ പിരിഞ്ഞാൽ 2 മലക്കുകൾ വരും.
മയ്യിത്ത് മറമാടിയ ശേഷം ജനങ്ങൾ പിരിഞ്ഞു പോയാൽ എന്ന് ഇവിടെ എഴുതണം. പിരിഞ്ഞു പോയാൽ 2 മലക്കുകൾ വരും. മുൻകർ നക്കീർ അലൈഹിസ്സലാം, ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്ക്. ജീവിതത്തിൻ്റെ ഡാഷ് മേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. എന്താണ്? നിഖില മേഖലകളെയും സ്പർശിക്കുന്ന, ജീവിതത്തിൻ്റെ നിഖില മേഖലകളെയും സ്പർശിക്കുന്ന മതമാണ് ഇസ്ലാം. മദീനയിലെത്തി ഖുറൈശി നേതാവ് ഡാഷിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞു. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞത്? ഖുറൈശികൾ കരാർ വ്യവസ്ഥകൾ ലംഘിച്ചപ്പോൾ ഖുറൈശി പ്രമുഖർക്ക് ജാള്യതയും ഭയവും ഉണ്ടായി. അവരുടെ നേതാവ് അബൂ സുഫിയാൻ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞു. അപ്പോൾ ഇവിടെ അബൂ സുഫിയാനാണ് കേട്ടോ. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക ഫതഹ് ദിവസം മക്കയുടെ ഡാഷ് ഭാഗത്തു കൂടി പ്രവേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് ഭാഗത്തു കൂടെയാണ് പ്രവേശിച്ചത്? മേൽഭാഗത്തു കൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയുടെ അടുത്തെത്തിയപ്പോൾ സൈന്യത്തെ 2ആയി തിരിച്ചു. ഒന്നിൻ്റെ നേതൃത്വം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. അവർ മക്കയുടെ താഴ്ഭാഗത്തു കൂടെയാണ് പ്രവേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മേൽഭാഗത്തു കൂടി, അപ്പോൾ ഇവിടെ മേൽഭാഗത്തോടു കൂടി പ്രവേശിച്ചു എന്ന് എഴുതാം. അടുത്ത എന്താണ്? വിചാരണയ്ക്ക് ശേഷം അമലുകൾ ഡാഷിൽ തൂക്കും. അമലുകൾ തൂക്കം എവിടെയാണ്? മീസാനിലാണ്. മീസാനിൽ, അമലുകൾ മീസാനിൽ തൂക്കും. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എത്തിയ സ്ഥലത്ത് ഇരുന്ന ഒരു സഹാബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ എത്തിയ സ്ഥലത്ത് ഇരുന്ന സഹാബി ആരായിരുന്നു? ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലേക്ക് വരികയായിരുന്നു. പള്ളിയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് കേട്ട് അദ്ദേഹം എത്തിയ സ്ഥലത്ത് തന്നെ ഇരിക്കുകയായിരുന്നു. ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. അടുത്തതാ, ഖബറിൽ ചോദ്യം ചെയ്യുന്ന 2 മലക്കുകൾ ആരല്ല? മുൻകർ നക്കീർ അലൈഹിസ്സലാം. മുൻകർ നക്കീർ അലൈഹിസ്സലാമാണ് ഖബറിൽ ചോദ്യം ചെയ്യുന്ന മലക്കുകൾ. ബദറിലെ മുശ്രിക്കുകൾ എത്ര പേർ കൊല്ലപ്പെട്ടു? ബദറിൽ മുശ്രിക്കുകൾ എത്ര പേർ കൊല്ലപ്പെട്ടു? എത്ര പേരാണ്? 70 പേർ കൊല്ലപ്പെടുകയും 70 പേര് തടവിലാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ബദറിൽ. അപ്പോൾ ഇവിടെ 70 പേർ എന്ന് എഴുതാം. അടുത്തത്, ബദർ യുദ്ധം നടന്നത് ഏത് മാസം? ബദർ യുദ്ധം നടന്നത് റമളാൻ 17-നാണ്. റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-നാണ് ബദർ യുദ്ധം നടന്നത്. മുശ്രിക്കുകൾ 1000-ഓളം പേരുണ്ടായിരുന്നു. മുസ്ലിങ്ങളിൽ 313 പേരായിരുന്നു മുസ്ലിങ്ങൾ. അപ്പോൾ അത് എണ്ണൊക്കെ മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഖബറിലെ ശിക്ഷ ലഘുവാക്കാൻ പതിവായി ഓതേണ്ട സൂറത്തുൽ മുൽക്കാണ്. സൂറത്തുൽ മുൽക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും പിന്നെ മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നവർക്കും ഖബറിൽ പ്രയാസങ്ങൾ ലഘുവാക്കുമെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഖബർ ശിക്ഷ ലഘുവാക്കാൻ പതിവാക്കി ഓതേണ്ട സൂറത്തുൽ മുൽക്കാണ്. പിന്നെ മരണരോഗത്തിൽ 100 തവണ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെടുന്നവർക്കും. അപ്പോൾ അത് ചോദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഇവിടെ സൂറത്തുൽ ഇഖ്ലാസ് എഴുതി പോവരുത്. സൂറത്തുൽ ഇഖ്ലാസ് മരണരോഗത്തിൽ ഓതുന്നവർക്കാണ്. അടുത്തത്, തിന്മകളുടെ മാതാവ് ഏതാണ്? തിന്മകളുടെ മാതാവ് മദ്യം തിന്മകളുടെ മാതാവാണ്. മദ്യം തിന്മകളുടെ മാതാവാണ്. മദ്യം എഴുതുക. അടുത്ത ചോദ്യം, നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. എന്താണ് നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കുന്നത്? നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം മദ്യപാനിയെ കുടിപ്പിക്കും. ഇത് കഴിഞ്ഞ ചോദ്യപേപ്പറിൽ നമ്മൾ പറഞ്ഞതാണല്ലേ. അടുത്ത, ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? എന്താ പറഞ്ഞത്? അവർ മുസ്ലിംകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനം എന്താണെന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്.
ആരാണ് ബദരീങ്ങൾ എന്ന് ചോദിച്ചാലോ ബദറിൽ പങ്കെടുത്തവരാണ് ബദരീങ്ങൾ. അടുത്തത് ഖബറിൽ സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുന്നത് ആരെയാണ് സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുന്നത്? സത്യവിശ്വാസിയെയാണ് സ്വർഗീയ വസ്ത്രം ധരിപ്പിക്കുന്നത്. സ്വർഗവാതിൽ തുറക്കും. സ്വർഗത്തിലെ ആനന്ദവും സുഗന്ധവും അവർക്ക് നൽകും. സ്വർഗത്തിലെ ആനന്ദവും സുഗന്ധവും അവരുടെ ഖബറിൽ വന്നെത്തും. ഖബർ വിശാലമാക്കും. ഒക്കെ സത്യവിശ്വാസിയുടേതാണ്. പിന്നെ ഖബർ ഇടുങ്ങുന്നതും നരകത്തിലെ വസ്ത്രവും വിരുപ്പും ഒക്കെ നൽകുന്നത് അവിശ്വാസിയുടെ ഖബറിലാണ്. അപ്പം അതും മനസ്സിലാക്കാം. അടുത്ത മദ്യപാനത്തിലൂടെ നഷ്ടപ്പെടും എന്തെല്ലാമാണ് മദ്യപാനത്തിലൂടെ നഷ്ടപ്പെടുന്നത്? മദ്യപാനത്തിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. കുടുംബ ബന്ധം തകരും. മാരകമായ രോഗങ്ങൾ വരാനും ജീവൻ നഷ്ടപ്പെടാനും അത് കാരണമാണ്. അപ്പോൾ എന്തൊക്കെ നഷ്ടപ്പെടുന്നത്? ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം. അടുത്തത് 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. ഏത് സ്ഥലം എഴുതുക. ഏത് സ്ഥലമാണ്? മീസാനിൽ കനം തൂങ്ങുമോ കുറയുമോ എന്നറിയുന്നത് വരെ, കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ലഭിക്കുന്നത് എന്നറിയുന്നത് വരെ, സിറാത്ത് വിട്ട് കടക്കുന്നത് വരെ. ഈ 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. ഇത് ആരോട് പറഞ്ഞതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവി റളിയല്ലാഹു അൻഹായോട് പറഞ്ഞതാണ്. അടുത്തത് റഹ്മാൻ എന്ന വാക്കിൻ്റെ അർത്ഥമെന്ത്? അപ്പോൾ റഹ്മാൻ എന്നാൽ നമ്മളെ 8ാമത്തെ പാഠത്തിൻ്റെ തദ്രിബാത്തിൽ റഹ്മാനും റഹീമും എന്നതിൻ്റെ ഒരു ഭാഗം നക്റഉ വനഫമു ഭാഗത്ത് പറയുന്നുണ്ട്. തദ്രിബാത്തിൽ എഴുതാനും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നോക്കുക. റഹ്മാൻ എന്ന് പറഞ്ഞാൽ ഇഹലോകത്ത് എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ് റഹ്മാൻ എന്നാൽ. റഹീം എന്നാൽ പരലോകത്ത് സത്യവിശ്വാസികൾക്ക് പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവൻ എന്നാണ്. പിന്നെ അടുത്തത് ഹൗലുൽ കൗസർ ലഭിക്കാത്തവർ ആർക്കാണ് ഹൗലുൽ കൗസർ ലഭിക്കാത്തത്? അപ്പോൾ അത് 10ാമത്തെ പാഠത്തു നിന്നാണ്. അപ്പോൾ 10ാമത്തെ പാഠം വരെയുള്ള പാഠത്തു നിന്നാണ് നമുക്ക് ചോദ്യങ്ങൾ ഈ ചോദ്യപേപ്പറിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കി പഠിക്കാം. 10ാമത്തെ പാഠം വരെയുള്ള മോഡൽ ചോദ്യപേപ്പറാണിത്. അപ്പോൾ ആർക്കാണ് ഹൗലുൽ കൗസർ ലഭിക്കാത്തവർ? ആരൊക്കെയാണ്? കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും. കപടവിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും ഹൗലുൽ കൗസർ ലഭിക്കില്ല. ലഭിക്കുന്നവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർക്കാണ്. അടുത്തത് പാമ്പ് കൊത്തിയപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വേദന ശമിച്ചത് എങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷറഫാക്കപ്പെട്ട ഉമിനീര് പുരട്ടിയപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ വേദന ശമിച്ചത്. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാൻ വന്നത് ഹുദൈബിയ സന്ധി വ്യവസ്ഥകളാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളെയും ഹിജ്റ 6-ാം വർഷം മുശ്രിക്കുകൾ മക്കയിൽ പ്രവേശിക്കാതെ തടഞ്ഞു. അവർ ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു. ഖുറൈശികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ ഒരു സന്ധി സംഭാഷണം നടന്നു. അതാണ് ഹുദൈബിയ സന്ധി എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. സന്ധി വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ഉംറ ചെയ്യാതെ മുസ്ലിങ്ങൾ മടങ്ങിപ്പോകണം. അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാം. അപ്പോൾ 3 ദിവസം മക്കയിൽ താമസിക്കാം. 2, 10 വർഷം ഖുറൈശികൾക്കും മുസ്ലിങ്ങൾക്കും തമ്മിൽ യുദ്ധം പാടില്ല. 3-മത്തതാ, മുസ്ലിമായി മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കില്ല. 4-മത്തത്, മുസ്ലിങ്ങൾക്കും ഖുറൈശികൾക്കും ഇടയിൽ ആരോട് വേണമെങ്കിലും സഖ്യമാവാം. മുസ്ലിങ്ങൾക്കും ഖുറൈശികൾക്കും ആരോട് വേണമെങ്കിലും സഖ്യമാവാം. അപ്പോൾ ആ ഹുദൈബിയ വ്യവസ്ഥകൾ എഴുതണം. പിന്നെ അടുത്ത് വന്നത് ഹജ്ജത്തുൽ വദായിലെ പ്രസംഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വദായിൽ പ്രസംഗിച്ചു. ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് നമ്പർ 8 പാഠഭാഗത്തിൽ പറയുന്നുണ്ട്. 9-ാമത്തെ പാഠത്തിൽ. അപ്പോൾ അത് എഴുതാണ് വേണ്ടത്. നിങ്ങൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കുക, 5 നേരം നിസ്കരിക്കുക, റമളാനിൽ നോമ്പനുഷ്ഠിക്കുക, നേതാക്കളെ അനുസരിക്കുക, അക്രമം നടത്തരുത്, പരസ്പരം രക്തം ചിന്തരുത്, അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കരുത്, അന്യരുടെ ധനം അപഹരിക്കരുത്, സ്ത്രീകളെ ആദരിക്കണം, ദുരാചാരങ്ങൾ വെടിയണം, പലിശ ഉപേക്ഷിക്കണം, ഖുർആനും നബിചര്യയും മുറുകെ പിടിക്കണം,
മനുഷ്യരെല്ലാം ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ്. തഖ്വ കൊണ്ടല്ലാതെ ഒരാൾക്കും മറ്റൊരാളേക്കാൾ ശ്രേഷ്ഠതയില്ല. അപ്പോൾ അത് ഹജ്ജത്തുൽ വദായിൽ പരാമർശിച്ച പ്രധാന കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ അത് എഴുതാം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് വേറെ ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരാം. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ പഠിക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. ഓരോ പാഠത്തു നിന്നും 5 വരി കുറയാതെ എഴുതാൻ കഴിയുന്ന രീതിയിൽ ഓരോ പാഠത്തെയും ആസ്പദമാക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ പറയുന്നത്. എല്ലാവരും മനസ്സിലാക്കുക. വീഡിയോ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.